ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് സോയ വെച്ചിട്ടുള്ളൊരു സോയ 65 ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറാക്കി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിപ്പോൾ സോയ 65 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് സോയ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സോയ വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ഈ സോയ ഒന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ സോയയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സോയ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആ സോയയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അതൊന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ ഇതൊന്ന് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് തന്നെ ഇതൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് വേറെ സ്റ്റെയിനറിലേക്ക് ഒഴിച്ച് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഞാനിതൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. ഞാനപ്പോൾ ആ സോയ അതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് ഈ സ്റ്റെയിൻ ചെയ്തെടുത്ത ഈ സോയയിലേക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഉണ്ടല്ലോ, നമ്മൾ ടാപ്പ് വാട്ടർ, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ. നമുക്കപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഈ സോയ ഒത്തിരി ഇങ്ങനെ വെള്ളം ഇപ്പം വലിച്ചിട്ടുണ്ടാവേ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നിറയെ വെള്ളം വരും. അത് കാരണം കൊണ്ടാണ് നന്നായിട്ട് തന്നെ എപ്പോഴാണെങ്കിലും സോയ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതെല്ലാം ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, നോർമൽ ചില്ലി പൗഡറാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ഒരു 1-1.25 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ എരിവ് വല്ലാതെ കൂടിപ്പോവും. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ അളവ് ഒട്ടും തന്നെ കൂടിപ്പോകരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് നമ്മൾ നല്ല ജീരകം ഉണ്ടല്ലോ, അവിയലിലൊക്കെ ഇടുന്ന ജീരകം, അതിൻ്റെ പൗഡർ 1 ടീസ്പൂൺ. അതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ സോയയിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ അത് വെള്ളം വെച്ച് കഴുകിയപ്പോൾ നമ്മളങ്ങനെ അത് സ്ക്യൂസ് ചെയ്തെടുത്തല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കേട്ടോ. ഞാൻ കോൺഫ്ലവറാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ സെയിം അളവ് തന്നെ അരിപ്പൊടി കേട്ടോ, റൈസ് പൗഡർ 2 ടേബിൾ സ്പൂൺ തന്നെ കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ വേറെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതാ ഞാനതൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി ഇതിലേക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം ഇതിൽ നനവ് ഇങ്ങനെ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു മിനിമം ഒരു 1 ഹവറെങ്കിലും മാറ്റി വെക്കണം. അപ്പോഴാണ് ഈ സോയയുടെ ഉള്ളിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1 ഹവർ മിനിമം മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പം 1 ഹവർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാനപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുകയെ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു വശം ഒന്നായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഈ സോയ ആയ കാരണം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് നന്നായിട്ട് എണ്ണ വലിക്കുമെന്ന്. ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് അതങ്ങനെ എണ്ണയൊന്നും വലിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റുകയാണ്. ഇതുപോലെ ബാക്കി എല്ലാതും ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാനിപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെയാണ് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാൻ കുറച്ച് ചെറുതായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് കൂടുതലായി പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് പാൻ മാറ്റി കൊടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 4-5 പച്ചമുളക് ഇടുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കാനാണ് കേട്ടോ, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതാ ഞാനപ്പോൾ ആ മുളകൊന്ന് ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ ഫ്രൈ ആക്കിയ വേപ്പിലയും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായി അരിഞ്ഞത് കേട്ടോ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങ് മൂത്ത് വരണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ വളരെ കുറവിൽ വേണം വെക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 1 ടീസ്പൂണാണ്, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സോയാ സോസ് ടീസ്പൂണാണ് പറഞ്ഞത്. ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ടെങ്കിലും ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ, എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു നുള്ള് പഞ്ചസാര, ഒരല്പം മതി, ഒരു പിഞ്ച് മതി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക്. ഇപ്പം ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സോയ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായ സോയ 65 ഉണ്ടാക്കാനായിട്ടോ. കുട്ടികൾക്കൊക്കെ ഇതൊരു സ്നാക്കായിട്ടും കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ട് വിളമ്പാനും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേറെ സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റിയിട്ട് കാണിക്കാം.
ഇതാ ഞാനപ്പോൾ അതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്, കണ്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.